നമസ്കാരം, ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു വെറൈറ്റി ദോശയാണ്. ചെറുപയർ കൊണ്ട് തയ്യാറാക്കിയ ദോശ. ഇതൊരു ആന്ധ്ര സ്പെഷ്യൽ ദോശയാണ്. അവരിതിന് പെസറട്ട് ദോശ എന്നാണ് പറയാറ്. അവരിതിൽ സ്റ്റഫ് ചെയ്താണ് തയ്യാറാക്കുക. അകത്ത് നല്ല ഉപ്പുമാവൊക്കെ വെച്ച് തയ്യാറാക്കിയാണ് ഇതെടുക്കുന്നത്. നമ്മൾ മസാല ദോശ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ മസാലയ്ക്ക് പകരം ഉപ്പുമാവ് അകത്ത് വെച്ചാണ് ഇത് തയ്യാറാക്കാറുള്ളത്. ഞാൻ പക്ഷേ ഇവിടെ പ്ലെയിൻ ആയിട്ടാണ് ഇത് കാണിക്കുന്നത്. പ്ലെയിൻ ദോശയായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 1 കപ്പ് ചെറുപയർ, 1/4 കപ്പ് പച്ചരി, 1/2 ടീസ്പൂൺ ഉലുവ. ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് 3-4 പ്രാവശ്യം നല്ലവണ്ണം ഒന്ന് കഴുകിയതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ച് വെച്ചിരുന്ന ഒരു 7-8 മണിക്കൂറോളം കുതിർത്തെടുക്കണം. ഞാനിപ്പോൾ ഇത് രാത്രിയിലാണ് ഇതൊന്ന് എടുത്ത് വയ്ക്കുന്നത്. രാവിലെ നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് എടുക്കാം. ഞാനൊന്ന് അടച്ച് വയ്ക്കുകയാണ്. രാവിലെ ഇവിടെ ഇപ്പം നമ്മൾ ചെറുപയർ നല്ലവണ്ണം ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. പച്ചരിയും ഒരു 1/2 ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൽ ആ വെള്ളം കുറച്ചങ്ങ് കളഞ്ഞതിന് ശേഷം മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് കൂടെ നോക്കാം. പച്ചമുളക്, ഞാനൊരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്. നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതനുസരിച്ച് പച്ചമുളക് കൂട്ടിയോ കുറച്ചോ ഒക്കെ എടുക്കുക. 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഈ പച്ചമുളകും ഇഞ്ചിയും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരയാൻ എളുപ്പമായിരിക്കും. പച്ചമുളകും ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ കൂടെ ഒരു 2 കൈപ്പിടി ചെറുപയർ, നമ്മൾ ആ കുതിർത്ത ചെറുപയറിൽ നിന്ന് 2 കൈപ്പിടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിച്ചതുപോലെ ഒന്ന് എടുക്കാം. ഒന്ന് കറക്കി എടുത്താൽ മതിയാകും. അപ്പോൾ ആ പച്ചമുളകും ഇഞ്ചിയൊക്കെ നല്ലോണം ഒന്ന് പൊടിഞ്ഞ് കിട്ടും. വെള്ളം ഒഴിച്ച് അരയ്ക്കുന്നതിന് മുൻപേ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇനി നമുക്ക് ബാക്കി ഇരിക്കുന്ന ചെറുപയർ കൂടെ ചേർത്ത് കൊടുത്ത് അല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് അരയുന്നതിന് ആവശ്യമായ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി വെള്ളം ഒഴിച്ച് കളയരുത്. അരയാനാവശ്യമായ വെള്ളം മാത്രം ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ല നൈസായിട്ട് അരയ്ക്കുകയും വേണ്ട, തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇത്രയും ഒരു ഇത് മതി. ഇതിലപ്പുറം നൈസായിട്ട് വേണ്ട. ഈ ഒരു പരുവത്തിൽ തന്നെ വെള്ളവും വേണം. ഒത്തിരി വെള്ളം അങ്ങ് കൂടിപ്പോകരുത്. എന്നാൽ മാത്രമേ നമുക്കത് നല്ലവണ്ണം ഒന്ന് പരത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ മിക്സി ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് ആ മിക്സി കഴുകി ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒത്തിരി അങ്ങ് ആയി പോകരുത്. ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കാം. കൂട്ടത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. ഉപ്പും ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. നമുക്കിത് പുളിക്കാനൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അരച്ചെടുക്കുന്ന ഉടൻ തന്നെ നമുക്കത് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർത്ത് ഞാനിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കുകയാണ്. നമുക്ക് ആ ദോശക്കല്ലൊന്ന് ചൂടാകുന്നവരെ ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ദോശക്കല്ല് നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. എണ്ണ എല്ലാം തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 തവി മാവ്, ഒത്തിരി അങ്ങ് വേണ്ട, 1 തവി മാവ് ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം നൈസായിട്ട് പരത്തിയെടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് അത് കിട്ടത്തുള്ളൂ. പയറിൻ്റെ ദോശയല്ലേ, അതുകൊണ്ട് നല്ലവണ്ണം പരത്തിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നല്ലെണ്ണയോ നെയ്യോ ചേർത്ത് കൊടുക്കാം. ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലെണ്ണ ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാവുന്നതാണ്. ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നല്ലവണ്ണം ഒരു സൈഡ് മുരിഞ്ഞിട്ടുമ്പോൾ തന്നെ നമുക്കിതെങ്കിൽ മടക്കി എടുക്കാവുന്നതാണ്. ഞാൻ പക്ഷേ മറുവശവും കൂടെ ഒന്ന് മുരിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താണില്ലേ, മറുവശവും നല്ലവണ്ണം മുരിഞ്ഞ് കിട്ടും, നല്ല ചുമന്ന് കിട്ടും. ഇപ്പം തന്നെ നിങ്ങൾക്ക് ദോശ കാണുമ്പോൾ അറിയാൻ പറ്റും. നല്ല ക്രിസ്പിയായി നല്ല രീതിയിൽ നമുക്ക് ആ ദോശ കിട്ടിയിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അടുത്ത ദോശയ്ക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ നെയ്യും അതുപോലെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ആന്ധ്രാപ്രദേശുകാർ ഇതിൽ അവർ ഉപ്പുമാവ് ഉണ്ടാക്കി ഇതിനകത്ത് നമ്മൾ മസാല ദോശ ഉണ്ടാക്കുന്ന പോലെ ഉപ്പുമാവ് അകത്ത് വെച്ച് മടക്കിയെടുക്കാറുണ്ട്. അതിനാണ് അവർ പെസറട്ട് ദോശ എന്ന് പറയുന്നത്. പയർ കൊണ്ട് തയ്യാറാക്കുന്നത് തന്നെയാണ്. ഞാനിപ്പോൾ പ്ലെയിൻ ആയിട്ടാണ് ഇവിടെ തയ്യാറാക്കുന്നതെന്നേ ഉള്ളൂ. നല്ല മുരിഞ്ഞ് നല്ല ചുമന്ന് തന്നെ കിട്ടും. നല്ലവണ്ണം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഈ ദോശ. ചൂടോടുകൂടി തന്നെ കഴിക്കുക.
ഏത് ചമ്മന്തി കൂട്ടിയും നമുക്ക് കഴിക്കാവുന്നതാണ്. ചമ്മന്തി ഇല്ലെങ്കിൽ തന്നെയും ടേസ്റ്റാണ്. രാത്രിയിലൊന്ന് കുതിർത്ത് വെച്ചിരുന്നാൽ രാവിലെ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പക്ഷേ പുളിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ തന്നെ നമുക്കത് ചുടാവുന്നതാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ്. എന്നും നമ്മൾ ഒരേ ടൈപ്പിലുള്ള ദോശ കഴിക്കുമ്പോഴേ ഇതൊരു വെറൈറ്റി ആയിട്ടൊന്ന് തയ്യാറാക്കി കൊടുത്താൽ കുട്ടികൾക്കും അത് ഇഷ്ടമാകും. ഇതാ കണ്ടോ, നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ദോശ നമ്മൾ ഉപ്മാവൊന്നും വയ്ക്കുന്നില്ല. പകരം ഞാനിതിലേക്ക് അല്പം സവാള വളരെ ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കഴിക്കാനും ഒരു ടേസ്റ്റാണ്. നല്ല ഒരു ക്രിസ്പി ആയിട്ട് അകത്ത് നല്ല കടിക്കാൻ പറ്റുന്ന രീതിയിൽ സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് മടക്കി എടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. വളരെ ടേസ്റ്റിയാണ് അത് കഴിക്കാനും. അപ്പോൾ നമ്മുടെ ദോശയെല്ലാം ഇവിടെ റെഡിയായിട്ടുണ്ട്. ആരോഗ്യപ്രദമായ ചെറുപയർ കൊണ്ട് തയ്യാറാക്കിയ ദോശ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, കുട്ടികൾക്ക് നമുക്ക് ചെറുപയർ തോരൻ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചൊന്നും വരത്തില്ല. ഇതുപോലെ ദോശയാക്കി കൊടുക്കാമെങ്കിൽ അവർ ഇഷ്ടപ്പെട്ടത് കഴിച്ചോളും. പിന്നെ വേണമെങ്കിൽ അല്പം വെറൈറ്റി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനുള്ളിൽ ഈ നമ്മൾ ടൊമാറ്റോയോ അല്ലെങ്കിൽ സവാളയൊക്കെ, ഇപ്പോൾ സവാള ചേർത്തതുപോലെ അല്പം ടൊമാറ്റോയൊക്കെ ചേർത്ത് തയ്യാറാക്കാവുന്നതാണ്. ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും അതിന്. അതല്ലാതെ നിങ്ങൾക്ക് ഉപ്പുമാവ് തയ്യാറാക്കി വെക്കാമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാവുന്നതുമാണ്. അത് വളരെ ടേസ്റ്റായിരിക്കും. ഇതിപ്പോൾ വളരെ ഈസിയായ രീതിയിലാണ് ഞാൻ ഈ ദോശ തയ്യാറാക്കിയിട്ടുള്ളത്. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസും ഒന്ന് അറിയിക്കുക. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും നമുക്ക് ഇതുപോലുള്ള വെറൈറ്റിയായ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം.